വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഇതും ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. ഇതിനകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തയ്യാറായിരിക്കും. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഗവൺമെന്റ് ആണ് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നതെന്ന് അല്ല. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആണ്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി. ഡൽഹിയുടെ മൊത്തത്തിലുള്ള എല്ലാ വികസനവും, അതായത് മാസ്റ്റർ പ്ലാനും ഹൗസിംഗും ലാൻഡ്മാർക്ക് ഗ്രീനും അങ്ങനെയുള്ള പിന്നെ DDA പ്രീമിയം ഹൗസിംഗ് സ്കീംസ്, DDA ജാൻ സർദാൻ ആവാസ് യോജന, DDA അപ്ന ഗാർ ആവാസ് യോജന, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ വർക്ക്, ഡ്യൂട്ടി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റ് ഏകദേശം 1700 മുകളിൽ പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസി ആണ്. ഓക്കെ. ഡൽഹിയാണ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചിങ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്നവർക്ക് EMRSന്റെ വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി ടീച്ചർ അപ്ലൈ ചെയ്ത് നിൽക്കുന്നവർക്ക് ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസിന്റെ PRT വിളിച്ചിട്ടുണ്ട്. EMRS വിളിച്ചിരിക്കുന്നത് TGT B.Ed പ്ലസ് C.TET 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും PG പ്ലസ് B.Ed അത് C.TET ഒന്നും വേണ്ട ഉള്ളവർക്കുമാണ് EMRSന്റെ വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ ചാനലിൽ കയറിയിട്ട് ഈ ചാനലിലെ പ്ലേലിസ്റ്റ് EMRS ടീച്ചർ റെഗുലർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ എക്സാം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. എല്ലാത്തിന്റെയും, അതായത് EMRS, AES, D+V, KBS, NBS, അതുപോലെ തന്നെ C.TET, ഫിഷറീസ് അസിസ്റ്റന്റ് ഇതിന്റെയൊക്കെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. നമുക്ക് ഇതിലേക്ക് വരാം. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഷോർട്ട് നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഓക്കെ. അപ്പം ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നോട്ടിഫിക്കേഷൻ, ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് കിട്ടും. ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിന്റെ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണും വാട്സ് ന്യൂ ടെൻഡർ നോട്ടീസ്, ജോബ് ആൻഡ് ഇന്റേൺഷിപ്പ് നടക്കുന്നുണ്ടോ. അതിൽ ഫസ്റ്റ് തന്നെയാണ് റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് ഫോർ ദ വേരിയസ് കേഡേഴ്സ് പോസ്റ്റ് അണ്ടർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് 2025. ഓക്കെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ. വന്നു. ഓക്കെ. ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി റിക്രൂട്ട്മെന്റ് സെൽസ്. ഓക്കെ. വെബ് ലിങ്ക് 6/10/2025 മുതൽ നിങ്ങൾക്ക് അത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എക്സാമും CBT ആണ്. മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണ്. ഓൺലൈൻ എക്സാംസ് ആണ് നടക്കുന്നത്. ഇതിന്റെ ഫീസും സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് പിന്നീട് പറയാം. ഓക്കെ. ക്ലോസിംഗ് ചെയ്യുന്നത് 5/11. ഓക്കെ. നവംബർ 5-ാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പിന്നീട് വരുന്നതായിരിക്കും. അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം 1700 പോസ്റ്റുകളാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആർക്കിടെക്ചർ, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റം, അസിസ്റ്റന്റ് ഡയറക്ടർ ലാൻഡ്സ്കേപ്പ്, അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ, ലീഗൽ അസിസ്റ്റന്റ്, പ്ലാനിംഗ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ്, പ്രോഗ്രാമർ, ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസർ, നൈബ് തഹസിൽദാർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ, സർവേയർ, സ്റ്റെനോഗ്രാഫർ, പദ്വാരി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, മാലി, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. അപ്പൊ കൂടുതൽ പേരും ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസീസ് 745 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 1732 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാത്തരം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഞ്ചിനീയറിംഗ്, ലോ, മീൻസ് LLB, പിന്നെ കമ്പ്യൂട്ടർ മീൻസ് IT ഫീൽഡ് ഒക്കെ പഠിച്ചവർക്ക്, അല്ലാതെ ജസ്റ്റ് 10ാം ക്ലാസ്, +2, ഡിഗ്രി, PG എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. മൊത്തം 1732 പോസ്റ്റുകളാണ് ഇതിൽ വിളിച്ചിട്ടുള്ളത്. ഓക്കെ. ഇതിന് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിൽ പറയും. എന്നാലും കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ജനറലിന്റെയും
OBCയുടെയും EWSന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയും SC/ST ദിവ്യാംഗങ്ങൾ അവരുടെ ഫീസ് അതിന്റെ പകുതി 250 ഓൺലൈൻ വഴിയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ എക്സാംസ് എന്ന് പറഞ്ഞാൽ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതുപോലെ സ്റ്റെനോഗ്രാഫർ ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റും സ്റ്റെനോഗ്രാഫി ടെസ്റ്റും സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ബാക്കി നോർമൽ എക്സാംസ് ആണ്. അതായത് 3-4 ഫേസ് ആയിട്ടാണ്. ഫസ്റ്റ് നിങ്ങളുടെ CBT ഉണ്ട്, പിന്നെ സ്കിൽ ടെസ്റ്റ് വേണ്ടവർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ DV ആണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ സിമ്പിൾ പ്രോസസ് ആണ്. ലാസ്റ്റ് മെറിറ്റ് ലിസ്റ്റിനും മീൻസ് അപ്പോയിന്റ്മെന്റ് നടത്തും. ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ അപ്ഡേറ്റ് ആവും. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ അയക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ KVS NVS CMRS നോൺ ടീച്ചിങ്ങിനൊക്കെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാം. കാരണം അത് ഏകദേശം അതേ സിലബസും കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് മീൻസ് അടുത്ത മാസം 6-ാം തീയതി മുതലാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത്. 1 മാസം ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, എക്സാം വരുന്നത് ഡിസംബർ ജനുവരിയിലാണ് ഇതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്കൂൾ തലങ്ങളിലുള്ള നോൺ ടീച്ചിങ് പോസ്റ്റിന്റെ അതേ ഒരു ടൈമിലൊക്കെ തന്നെ ആയിരിക്കും ഇതിന്റെ എക്സാം വരുന്നത്. അപ്പൊ ഇതും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ഇതും കൂടി നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായിട്ടും വീഡിയോ കണ്ടവരെ ഇഷ്ടപ്പെട്ടുള്ളവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങളുള്ള പറയാൻ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.